പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയുടെ ഉദ്ഘാടകനായി മഹാരാഷ്ട്ര ഗവർണറെ ചാണ്ടി ഉമ്മൻ ക്ഷണിച്ചത് പാർട്ടിയുടെ അനുമതിയില്ലാതെ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ സൗജന്യ കായിക പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടകനായാണ് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ എത്തുന്നത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, പാർട്ടി അറിയാതെ ഉമ്മൻചാണ്ടിയുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ പരിപാടി കൂടി ആകുമല്ലോ. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പാർട്ടി അറിയാതെ ചാണ്ടി ഉമ്മൻ ക്ഷണിച്ചത് എങ്ങനെയാണ്? വിവാദത്തിലാകുന്നത് എങ്ങനെയാണ്? ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിലും പാർട്ടിയുമായി ആലോചിക്കാതെ കേരളത്തിലെ ഗവർണറെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വിമർശനങ്ങൾ ഉയർന്നത് ഇപ്രകാരമായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ സമാന്തരമായ ഒരു പ്രവർത്തനം നടത്തുന്നു, പാർട്ടി പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതായിരുന്നു അന്ന് പാർട്ടിയിൽ ഉയർന്ന വിമർശനം. അതിന് പിന്നാലെയാണ്, ആ ഒരു വിമർശനം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്ര ഗവർണറെ പുതുപ്പള്ളിയിൽ ഇന്നിപ്പോൾ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു സൗജന്യ കായിക പരിശീലന പരിപാടിയാണ്. അതിന്റെ ഉദ്ഘാടകനായിട്ടാണ് മഹാരാഷ്ട്ര ഗവർണറെ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ ചാണ്ടി ഉമ്മൻ, ഇത് വിവാദമായതിനു പിന്നാലെ ചാണ്ടി ഉമ്മൻ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, മഹാരാഷ്ട്ര ഗവർണറായ CP രാധാകൃഷ്ണൻ ഇങ്ങോട്ട് താല്പര്യം കാണിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കണമെന്ന്. അദ്ദേഹം താല്പര്യം കാണിച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടകനായി ചാണ്ടി ഉമ്മന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാനായിട്ട് തിരികെ ഹരിയിലേക്ക് എത്താം. രാജ്യത്തിന്റെ ഒരു ഗവർണറാണ്. ആ ഗവർണർ അദ്ദേഹത്തിന്റെ ഓഫീസ് പറയുകയാണ് വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവർണർ വരുമ്പോൾ ഞങ്ങൾ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് എന്താ കുഴപ്പം? അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് വരണമെന്ന്. അല്ല, അദ്ദേഹം ഗവർണർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ എന്തെങ്കിലും അർത്ഥം കണ്ടെത്താം. ഗവർണർ ആണോ? എനിക്കറിയില്ല, അദ്ദേഹത്തിനെ അറിയുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അതെ, ഞാൻ വിചാരിച്ച ആദ്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അത്രയും അറിവില്ല. ഞാൻ വിചാരിച്ച അദ്ദേഹം ഒരു മലയാളി ആയിരിക്കും എന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ബന്ധമുണ്ട്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അച്യുതാനന്ദൻ സാറിന്റെയും വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ എന്താ വിവാദമെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും നിങ്ങൾ വിവാദം കാണരുത്. ദൈവത്തെ ഓർത്ത് എല്ലാത്തിനും നിങ്ങൾ വിവാദം കാണരുത്. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഇപ്പൊ ഗവർണറായി നിൽക്കുന്നു. അതേ എനിക്കറിയുള്ളൂ.